മതത്തിൻ്റെ ഉള്ളിൽ സക്കാത്തിൻ്റെ റെലവൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു വിജയിക്കുണ്ടാകേണ്ട ആട്രിബ്യൂട്ട്സുകൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം വല്ലദീന ഹും ലി സക്കാത്തി ഫായിലൂൻ, അവർ സക്കാത്ത് നൽകാൻ വേണ്ടി നിരന്തരമായി അധ്വാനിക്കുന്ന ആളുകളാണ് എന്നാണ്. കേവലം സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നുള്ളതല്ല, സക്കാത്ത് നൽകാൻ വേണ്ടി അധ്വാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ സമ്പത്ത് നേടുന്ന സമയത്ത്, സമ്പാദിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റൻഷൻ ഇത്തരത്തിലുള്ള സക്കാത്ത് കൊടുക്കുക എന്നതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണെങ്കിൽ അത് നമ്മളിലുണ്ടാകുന്ന ഒരു വിജയിക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. രണ്ടാമതായി അതൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മുടെ സമ്പത്തുകളിൽ നിന്ന് മോശപ്പെട്ട ഇടങ്ങളെ അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവങ്ങളിലേക്ക് എത്തിക്കുന്ന സമ്പാദ്യത്തെ ജനങ്ങളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്യുന്നതിലൂടെ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് കൂടെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നു. മൂന്നാമത്, സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുടെ ഒരു റൈറ്റായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഓഫി അംവാലിഹിം ഹക്കുൽ ലിസ്സായിൽ എന്ന് പറയുന്നത് കാണാം. അത് നമ്മുടെ ഒരു ഔദാര്യം എന്ന നിലയ്ക്കല്ല, മറിച്ച് ഒരു റൈറ്റായിട്ടാണ് സക്കാത്തിനെ കാണുന്നത്. ഏറ്റവും നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സക്കാത്ത് നൽകുന്നതിലൂടെ ഒരിക്കലും എക്കോണമിയിൽ നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോകുന്നില്ല, മറിച്ച് നമ്മൾ സക്കാത്ത് നൽകുന്നതിലൂടെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുകയും ഒരു മൾട്ടിപ്ലയർ എഫക്റ്റിലൂടെ ടോട്ടൽ എക്കോണമിയിൽ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാകുകയും ചെയ്യും. ആ അർത്ഥത്തിൽ സക്കാത്ത് നൽകുക എന്നുള്ളത് സമ്പത്ത് കുറക്കാനുള്ള ഉപാധിയല്ല,